ഇനി നമ്മൾ ഇവിടെ ചെയ്തെടുക്കാൻ പോകുന്നത് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു കുറുക്കാണ്. അപ്പോൾ ഇത് കൂവപ്പൊടിയാണ്, കൂവപ്പൊടിയിലെ ഒരു കുറുക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പനിയും വയറുവേദനയും അതുപോലെ ഛർദിയൊക്കെ ഉള്ള ഈ സാഹചര്യത്തിൽ വയറിന് സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തമ പരിഹാരം എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ഈ കൂവപ്പൊടി കാച്ചി കുറുക്കിയത്. ഇതിപ്പോൾ ഞാൻ ഇതിൽ പാൽ ചേർക്കാതെയാണ് കേട്ടോ കുറുക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കയ്യിൽ കൈ ഫുള്ളും ഞാൻ കൂവപ്പൊടി ഇട്ടിട്ട് അതിൽ അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. കാരണം ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇങ്ങനെ കട്ട കുത്തി ജെല്ലി പോലെ മാറും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ കുറച്ചധികം വെള്ളം ചേർക്കണം. എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ വലിച്ച് കുടിക്കാൻ ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കാൻ പാകത്തിനാണെങ്കിൽ നന്നായിട്ട് വെള്ളം ചേർക്കണം. എന്നാൽ മാത്രമേ വേഗം തിളച്ചും കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി കൂവപ്പൊടിയിലേക്ക് വെള്ളം ചേർത്ത് കൂവപ്പൊടി കളിക്കുമല്ലോ, അതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ ഏലക്കായ പൊടിച്ചതും പിന്നെ പഞ്ചസാരയും ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൊല്ലം കുറേശ്ശാണ് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് ഛർദി വയറിളക്കം അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ ഇത് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ റിലീഫാണ്. മരുന്നിനെ കൊടുത്ത് നമുക്ക് ഇത് കഴിക്കുകയും ചെയ്യാം. പെട്ടെന്ന് നമുക്ക് ഇതൊക്കെ നിൽക്കുകയും ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഇതുപോലെ പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ച് നോക്കണേ. അപ്പോൾ ഈ ഒരു പരിവാകുമ്പോൾ നമുക്കത് വാങ്ങിക്കാടാം. അത് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു പരിവാഹം നമുക്ക് വാങ്ങിയേക്കാം. കുറച്ച് നേരം അത് ഇതുപോലെ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് കട്ട പിടിച്ച് ജെല്ലി പോലെ മാറും കേട്ടോ. അപ്പോൾ നമ്മളിതിൽ ഇപ്പോൾ പാൽ ചേർത്തിട്ടില്ല. നമ്മളിത് വാങ്ങി വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് പാൽ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ഈ ഒരു പരുവത്തിൽ ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് പാൽ വേണമെങ്കിൽ സെപ്പറേറ്റ് തിളപ്പിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പരുവം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഈ ഒരു പരുവത്തിൽ നമുക്ക് കുടിക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതിൽ വേണമെങ്കിൽ പാൽ ചേർത്താൽ കുറച്ചുകൂടി ടേസ്റ്റിയാണ്, ഗുണമാണ്.